UPSCക്ക് സിലബസ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്തുകൊണ്ടാണ്? സൂര്യന് കീഴിൽ ഉള്ള എല്ലാത്തിനെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഒരു മിഥ്യാധാരണ. എന്നാൽ അതങ്ങനെയല്ല. UPSCക്ക് വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്, എ വെൽ ഡിഫൈൻഡ് വൺ. ആ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കലാണ് ഒരു ആസ്പിറന്റ് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. സോ എന്താണ് ഈ സിലബസ്? അറ്റ് ഇറ്റ്സ് വെരി കോർ, ദ സിലബസ് ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇന്ത്യ is. ഫോർ എക്സാമ്പിൾ, ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആസ് എ നേഷൻ ഏതെല്ലാം വഴികളിലൂടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ നമുക്ക് കിട്ടും. കറണ്ട് അഫയേഴ്സ്, ഗവർണൻസ്, എക്കോണമി ടോപ്പിക്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇന്ത്യ എന്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. എത്തിക്സ് പോലുള്ള സബ്ജക്ട്സ് കൈകാര്യം ചെയ്യുമ്പോൾ ഇന്ത്യ ആസ് എ നേഷൻ ഏത് ദിശയിലേക്കാണ് ഇവോൾവ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകും. സോ ഓവറോൾ ദ സിലബസ് ടെൽസ് us what India is. ഈ ഒരു അറിവുണ്ടെങ്കിൽ മാത്രമല്ലേ നല്ലൊരു ഓഫീസറാകാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. ഇപ്പോൾ ഞാൻ ഗവർണൻസ്, എത്തിക്സ് എന്നെല്ലാം പറഞ്ഞുവല്ലോ. ഇതെല്ലാം മെയിൻ സിലബസിൽ വരുന്നതാണ്. മെയിൻസിൻ്റെ സിലബസിൽ ടോട്ടൽ 9 പേപ്പേഴ്സാണ്. 4 ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സ്, 2 ഓപ്ഷണൽ പേപ്പേഴ്സ്, ഒരു എസ്സേ പേപ്പർ ആൻഡ് 2 ലാംഗ്വേജ് ക്വാളിഫയിങ് പേപ്പേഴ്സ്. ഇപ്പോൾ പറഞ്ഞു നിർത്തിയ മെയിൻ സിലബസിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് പ്രിലിംസിനുള്ള പേപ്പർ 1ൻ്റെ സിലബസ്. പ്രിലിം സ്റ്റേജിൽ പേപ്പർ 1 മാത്രമല്ല പേപ്പർ 2 ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് യുവർ റീസണിങ് സ്കിൽസ്, യുവർ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ഈസ് ബീൻ ടെസ്റ്റഡ്. പ്രിലിംസ് എന്ന കടമ്പ കടന്ന് മെയിൻസ് എഴുതണമെങ്കിൽ നിർണായകമാകുന്നത് പ്രിലിംസിൻ്റെ പേപ്പർ 1ൻ്റെ സ്കോറാണ്. എന്നാൽ പേപ്പർ 2 CSAT പേപ്പർ ക്വാളിഫയിങ് പേപ്പറാണ്. അതിന് 33% മാർക്സ് കിട്ടാതെ നിങ്ങളുടെ പേപ്പർ 1ൻ്റെ സ്കോർ കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. പ്രിലിം സ്റ്റേജ് ആൻഡ് മെയിൻ സ്റ്റേജ് കഴിഞ്ഞാൽ ഇന്റർവ്യൂ സ്റ്റേജ്, ദ പേഴ്സണാലിറ്റി ടെസ്റ്റ് സ്റ്റേജ്. ഇവിടെ യുവർ പേഴ്സണാലിറ്റി ഈസ് എ ടെസ്റ്റ്. ദിസ് ഇസ് നോട്ട് എ ടെസ്റ്റ് ഓഫ് യുവർ നോളജ്. ഹൗ ഡു യു ഫോം എൻ ഒപ്പീനിയൻ? ഹൗ ബാലൻസ്ഡ് ഇസ് ദറ്റ് ഒപ്പീനിയൻ? ഹൗ ഡു യു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്? ആൻഡ് യുവർ ഓവറോൾ ലീഡർഷിപ്പ് സ്കിൽ ഇസ് അറ്റ് ടെസ്റ്റ് ഹിയർ. നൗ ലെറ്റ്സ് സീ എങ്ങനെയാണ് UPSC ഒരേ ടോപ്പിക്കിൽ നിന്ന് പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂവിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് മുൻപിലുള്ളത് 2020 UPSC പ്രിലിംസിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. ഇതിൽ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, ഇറ്റ് സേസ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻസ് ബേസിക് സ്ട്രക്ചർ ഇൻ ടേംസ് ഓഫ് ഫെഡറലിസം, ഡെമോക്രസി, സെക്യുലറിസം. And the second statement says that the Constitution provides for judicial review in order to protect personal liberty. Now, the answer, and you have to find out which is the correct statement or whether there are any correct statements at all. പക്ഷേ എന്നാൽ ഇതിൻ്റെ ആൻസർ neither 1 neither 2 ആണ്. കാരണം 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. റീസൺ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരിടത്തും ഈ 2 വാക്കുകളെ കുറിച്ച് ഒരു പരാമർശമില്ല. ബി ഇറ്റ് ബേസിക് സ്ട്രക്ചർ ഓർ ജുഡീഷ്യൽ റിവ്യൂ. Though the process is explained, but these words are not mentioned in the constitution. ആയതിനാൽ 2 സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. ഇതാണ് പ്രിലിംസ് മോഡലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് UPSC എങ്ങനെയാണ് ഇതേ ടോപ്പിക്കിൽ നിന്നും ഒരു മെയിൻസ് ചോദ്യം ചോദിക്കുന്നത് എന്ന് കാണാം. 2019 ചോദ്യമാണിത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ എന്നാണ്. മാത്രമല്ല, they also want us to discuss the evolution of the basic structure and its significance. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇതേ ടോപ്പിക്കിൽ നിന്നും വന്ന പ്രിലിംസ് ചോദ്യം, അതിനുള്ള ഉത്തരം നമുക്ക് ബേസിക് സ്ട്രക്ചർ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻഡ് അല്ല എന്നൊരു കോർ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ കിട്ടാവുന്നതാണ്. പക്ഷേ എന്നാൽ മെയിൻസിന് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാനായി എങ്ങനെയാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഇവോൾവ് ചെയ്തത്, അതിൻ്റെ പ്രസക്തി എന്താണ് എന്നൊരു ഓവറോൾ ഐഡിയ വേണ്ടി വരും. ഇനി നമുക്ക് ഇതേ ടോപ്പിക്കിൽ നിന്നും ഇന്റർവ്യൂവിന് വന്നൊരു ചോദ്യം കാണാം. 2023 പാനൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അത് കോടതി ഇൻവെന്റ് ചെയ്തതല്ലേ, അത് എടുത്തു കളയാനുള്ള സമയമായില്ലേ എന്നായിരുന്നു. ഈ ഒരു ചോദ്യത്തിന് ഒരു പെർഫെക്റ്റ് ആൻസർ ഇല്ല. പാനലുമായി അഗ്രി ചെയ്യുക അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുക. പക്ഷേ ഉത്തരം എന്ത് തന്നെയായാലും ആ ഉത്തരത്തിലേക്ക് എത്തിയ രീതി, എങ്ങനെയാണ് ഒപ്പീനിയൻ ഫോം ചെയ്തത്, അതിനെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, ഇതാണ് പാനൽ നോക്കുന്നത്. സോ സിലബസ് എന്താണെന്ന് നിങ്ങൾ കണ്ടുവല്ലോ. ഇതൊരു വലിയ സിലബസ് ആണ് എന്ന് ഏതൊരു ബിഗിനർക്കും തോന്നാം. പക്ഷേ ഈ വലിയ സിലബസിനെ മോഡ്യൂളുകളായി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ഷനബിളും അച്ചീവബിളും ആയി മാറുന്നു. ഇതേ ഫിലോസഫി മുൻനിർത്തി തയ്യാറാക്കിയിട്ടുള്ളതാണ് ഫോർച്യൂണിൻ്റെ കോഴ്സ് പ്ലാൻ. കോഴ്സ് പ്ലാൻ നിങ്ങൾക്ക് ഫസ്റ്റ് വീക്കിൽ തന്നെ കിട്ടുകയും ചെയ്യും. സോ അണ്ടർസ്റ്റാൻഡിംഗ് ദി സിലബസ് ഇസ് ഓൾവേസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. You have taken that first step. All the very best for the rest of your journey.